ഹായ് ഡിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇന്ന് സ്കൂളില്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം സ്കൂളില്ലെങ്കിൽ പിന്നെ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഇതാ ശ്രീകുട്ടിയും നമ്മുടെ നിധിക്കുട്ടിയും ഇതാ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾ നല്ല ഉറക്കാം. ഞാൻ മെല്ലെ എഴുന്നേറ്റ് ഇതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ പുലർച്ചയ്ക്കൊക്കെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നല്ല തണുപ്പുണ്ട്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാക്കിൽ തന്നെ അതാ നിധി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രീകുട്ടി നല്ല ഉറക്കാം. അപ്പോൾ പിന്നെ സ്കൂളില്ല, ഇന്ന് പിന്നെ ട്യൂഷനും ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് കളക്ടർ ലീവ് കൊടുക്കുകയാണെങ്കിൽ സ്കൂളില്ലെങ്കിൽ ട്യൂഷനും ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആളിതാ എഴുന്നേറ്റൊക്കെ വന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം അവളൊക്കെ എടുത്ത് ഈ കിച്ചണിൽ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ നിധിമൂക്ക് വന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ ഞാൻ ഇനിയിപ്പോൾ ശ്രീകുട്ടീനെ ഏൽപ്പിച്ച് കുറച്ച് സമയം അവളെ പിന്നെ എണീപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വെച്ച് ആദ്യം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഫ്രിഡ്ജ് തുറക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ സേമിയത്തിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു, റോസ്റ്റഡ്. അത് ഏതായാലും ഇനിയിപ്പോൾ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിലേക്ക് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ അടുത്തായിട്ടാണ് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് മാത്രമേ നമ്മളെ നിധിക്കുട്ടിക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടാളും പിന്നെ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയുള്ളതിനെ കൊണ്ട് ഇവിടുന്ന് തകൃതിയായിട്ടുള്ള കളിയാണ്. പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ രണ്ടാളെയും നോക്കിയിട്ട് കാണുന്നില്ല. അത് അടുക്കള ഭാഗത്ത് മഴ കൊള്ളാൻ പോയിട്ടുണ്ട് രണ്ടാളും. അങ്ങനെ ഈ ശ്രീകുട്ടി അതിനെയും കൂടെ ഓരോന്ന് പഠിപ്പിച്ചു വെക്കും കേട്ടോ. ഇതുവരെ മഴയൊന്നും കൊള്ളിച്ചിട്ടില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മഴയത്തൊന്ന് നിർത്തണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ മഴയത്തേക്ക് കൊണ്ടുപോയി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, മഴത്തുള്ളിയൊക്കെ ഇടുമ്പം. ആദ്യമായിട്ടാണല്ലോ മഴ ഇങ്ങനെ കൊള്ളുന്നത്. പിന്നെ ആൾ കൈയൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് നമ്മൾ ഇന്ന് മഴ കൊള്ളിക്കുക, ഏതായാലും ഒന്നും മേലെ പോകാറുണ്ട്. രണ്ടാളും നേരെ ടെറസിലേക്ക് കയറിയിട്ടോ. ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അപ്പം അങ്ങനെ ആ ചെറുതിനെയും കൊണ്ട് നേരെ ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തൊപ്പിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കിട്ടിയ കവർ തലയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അസുഖം വരുമോ എന്താണെന്നൊന്നും അറിയില്ല. 2 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ് വരുന്നത് ആളെ. അപ്പോൾ അങ്ങനെ രണ്ടാൾ ഇവിടുന്ന് ഭയങ്കര കളിയാണ്. നല്ല മഴയാണ്. എനിക്കും ഇഷ്ടം കേട്ടോ ഈ മഴയത്ത് ഇറങ്ങാൻ വേണ്ടി. നല്ല രസമാണല്ലേ മഴയത്ത് കളിക്കാനൊക്കെ. പിന്നെ എനിക്ക് മഴയത്ത് അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴയും കൊണ്ട് അലക്കാൻ വലിയ ഇഷ്ടമാണ്. ആദ്യം എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ആൾ കളിക്കുന്ന കണ്ടില്ല, ഒരു പേടിയില്ല. ടെറസിൻ്റെ മേലേന്ന് ഓടി ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നിധിനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടോ. ശ്രീകുട്ടി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉണക്കിയിട്ട് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കിച്ചണിൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇട്ടതിനെ കൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. കാരണം നിധി ഉള്ളതിനെ കൊണ്ട് എനിക്ക് എപ്പോഴും പുറത്തേക്ക് കയറി ഇറങ്ങാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് മേലെ ഇട്ടാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഭയങ്കര സുഖമാണ്. പിന്നെ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, സെമി ഓട്ടോമാറ്റിക്കാണ്. ഇതാണ് എനിക്കിഷ്ടം. ഇതാകുമ്പം അത്ര അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റും വരില്ല. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കറിക്കുള്ള തേങ്ങ അരക്കുകയാണ് കേട്ടോ. പിന്നെ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ ഫുഡും ആയിട്ടുണ്ട്. ശ്രീകുട്ടി ഉണ്ടെങ്കിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുക ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറിയും ഉപ്പേരിയും പപ്പടം മുട്ട വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണും വരെ. ബൈ.